ടിക്ക. നമ്മൾ കുറച്ച് കമ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോഴി മുഴുവൻ നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൈലിൽ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി പോകണം അല്ലേ? അപ്പോൾ ഒരു 10-30 കോഴിക്ക് മുകളിലുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ടിക്ക ഉണ്ടാക്കാം. ഇത് നമ്മൾ ടിക്കയ്ക്ക് വെട്ടുമ്പോൾ എല്ലൊന്നും അധികം പാടില്ല. എങ്കിലും നമ്മൾ കുറച്ചെല്ലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ കൈയൊന്നും കഴുത്ത് ഈ സാധനങ്ങൾ ഇതൊക്കെ പണിയാം. അതുപോലെ ഇവിടുത്തെ വാരിയല് ഇതാണ് ശരിക്കും ടിക്കൻ്റെ സാധനം. നമുക്കൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഇതിൻ്റെ അറ്റം വെട്ടുക. അടിപൊളി. ഇതിൻ്റെ കാല് വെട്ടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ ഇതിൻ്റെ കാലും ഈ എല്ല് ഇത്രയ്ക്ക് നമുക്ക് വേണ്ട. ഇതുപോലെ പീസായിട്ട് നമുക്ക് വേണം. നല്ലപോലെ കഴുകിയെടുക്കാം. നമ്മൾ അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റിലിരിക്കട്ടെ അവിടെ. ഇനി നമുക്ക് രണ്ടാമത്തെ മസാല റെഡിയാക്കാം. ആദ്യം കുറച്ച് തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് കസൂരി മേത്തി. ഇതിന് മെയിനാണ് കേട്ടോ. കുറച്ചുപ്പ്, നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ട് വെച്ചാണ് ഈ മസാലയ്ക്കുള്ള ഉപ്പ്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അത്ര എരിവൊന്നും ഉണ്ടായില്ല. കളർ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഓയിൽ പോരാ. നമ്മൾ മസാല നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ട് ഇത് നമുക്ക് ചിക്കൻ ഇടാം. അതിൽ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് കളി. അത് നമ്മുടെ മസാല മുഴുവൻ ചിക്കനിലും നല്ലപോലെ അപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ ഇതിൻ്റെ റെസ്റ്റ് വയ്ക്കാം. കുറച്ച് ക്യാപ്സിക്കം അതുപോലെ തന്നെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യണം. ഇത് നമുക്ക് അതിൻ്റെ ഇടയിൽ തുരുകാനുള്ളതാണ്, ചിക്കൻ്റെ ഇടയിൽ. ഇങ്ങനെല്ലാം കോർത്തെടുക്കണത്. ഇത് കോർത്തെടുക്കലാണ് വലിയ ടാസ്ക് തോന്നുന്നത് അല്ലേ?
ഓർക്കിലെ പണിയില്ലേ? ടാസ്ക്കാണ്, ക്ഷമയോടെ ചെയ്യണം. നമുക്കത് കരി ഒന്ന് കത്തിച്ച് വിടാം. കുറച്ച് ചട്ടയ്ക്ക് സൈഡിലിട്ടാൽ പെട്ടെന്ന് കരി പിടിക്കും. എന്താ ഇതില്ലേ? കനൽ ലൈറ്റായിട്ട് മതി നമുക്ക്, കോഴിയല്ലേ. കനൽ ഇതിൻ്റെ ആവശ്യം നമുക്കിത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഒരുപാട് ഇതായാലും പ്രശ്നമാണ്. എല്ലാം വെക്കാൻ പറ്റില്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കും. അടിപൊളി. മോൻ എന്താ മണം നോക്കില്ലേ സംഭവം. ആഹാ അടിപൊളി അല്ല, രസമാണ്. പെട്ടെന്നാകും, പിന്നെ കോഴി ആയതുകൊണ്ട് നല്ല പുകയും ഇത് കൊള്ളുമ്പോലെ. ആഹാ അടിപൊളി. ഇനി കുറച്ച് ഓയിലും കൂടെ അടിച്ചു കൊടുത്താലേ. ഓ ഭയങ്കര മണോടെ രതീഷേ അല്ലേ? ചേച്ച ഓയിൽ കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുക വരുമുണ്ട്. ശരിക്കും പുക വരണം, എന്നാലേ നല്ല ഇതിൻ്റെ മണവും ഉണ്ടാവുള്ളൂ. കത്രി നോക്കും. പുകൻ്റെ 5 കളിയില്ലേ ഇളക്കണം നോക്കുമ്പോൾ അടിപൊളി. പൊളി സംഭവം ഉണ്ടല്ലോ രതീഷേ. ഇതിപ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നില്ലേ? കളറുണ്ട് കൂടി കാണുമ്പോൾ. 2-3 ചിക്കൻ പീസ് ഉള്ളിൽ പോയിട്ട് രതീഷേ. അത് അടുപ്പിനുള്ളതാണ്. ഇത് വേകുമ്പോൾ അടുപ്പിനുള്ളതാണ്, വേകുമ്പോൾ അതിന് ഉള്ളിൽ പോവാം. ഭയങ്കരമായി ശ്രദ്ധിക്കണമെങ്കിൽ പണി കിട്ടും മോനെ. കരി സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാം, നമുക്ക് ഇതൊക്കെ എടുക്കാം. ഇത് കുറേയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടിക്ക ഇതിങ്ങനെ ഊരാൻ പറ്റില്ല അല്ലേ? ആ അടിപൊളി ചൂടുണ്ട്. എന്താ ഭംഗിയില്ലേ? കളർഫുള്ളാണ് മൊത്തം. ഓ അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. പിള്ളേരൊക്കെ ഭയങ്കര ആവേശത്തിലിരിക്കണം കേട്ടോ. ഇതാ ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സംഭവം. കുറച്ച് ലെറ്റ്യൂസിലൊക്കെ എടുത്ത് ലെറ്റ്യൂസിലിങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടല്ലോ. ഇച്ചിരി സോസിലിങ്ങനെ മുക്കിയിട്ട്
ഭയങ്കര സോഫ്റ്റ് അല്ലേ? ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കും അല്ലേ? ജ്യൂസി ആയിട്ട്. ഓ നമ്മൾ ഗ്രില്ലൊക്കെ മാറി നിൽക്കണം കേട്ടോ അതിൻ്റെ മണമില്ലേ? ടിക്ക ഇതിന് സോസാണ് ടേസ്റ്റ് എടുക്കുന്നത്. നമ്മൾ ഗ്രിൽ ചെയ്തതിനെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് പാർസലാക്കിയിട്ട് നമുക്ക് ഓഫറിന് കൊടുത്തു അല്ലേ? അവർ കഴിക്കട്ടെ, സംഭവം സൂപ്പർ സാധനം. മോനെ ഇലയൊക്കെ മുക്കുന്നത് ശരിക്കും ഇലയിലങ്ങനെ മടക്കി കഴിക്കാം. അപ്പോൾ നമ്മൾ അതിന് പാർസലാക്കി നമ്മൾ ഓർമ്മ കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് സമയത്ത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലേക്കും കൂടി എന്നെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാർസലാക്കിയിട്ട് കൊടുത്തു വിടാൻ. നമുക്കിത് ഓവർഫ്ലോയിലേക്ക് ആക്കിയിട്ട് കൊടുക്കാൻ. അവർ കഴിക്കരുത്, നല്ല അടിപൊളി സാധനം. ഓ തൊടാൻ പറ്റില്ല കേട്ടോ, ആ ചിക്കൻ വെന്തിട്ട്. അപ്പോൾ ഓക്കെ ബൈ.